പ്രധാന ചർച്ച അത് തന്നെയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു അല്ലേ? എല്ലാ ദിവസവും അങ്ങനെയാണല്ലോ. ഇന്നലെ രാത്രിയും പറഞ്ഞിരുന്നു. എന്തായാലും ഒരു രാത്രി കൂടി ഇരുട്ടി വെളുത്തിരിക്കുന്നു. അപ്പോൾ ഇന്നുണ്ടാകും എന്ന് കരുതാം. മല്ലികാർജ്ജുന ഖാർഗെ രാഹുലുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പ്രഖ്യാപനം നടത്തുമെന്നാണ് പ്രതീക്ഷ. സോണിയയുടെ തീരുമാനവും അന്തിമമാണ്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ദിലീപ് കുറ്റിച്ചലുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് എസ് ശാലിനി. ഈ വാർത്തയുടെ മറ്റൊരു വിശദാംശവുമായി കോഴിക്കോട് നിന്നും അനഘ ഹർഷനുമുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഡൽഹിയിലേക്ക് പോകാം. അവിടെ നിന്നാണല്ലോ തീരുമാനം വരേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഡൽഹിയിലേക്ക് പോകാം. ദിലീപ്, എല്ലാ ദിവസവും ദിലീപിനോട് രാവിലെ ചോദിക്കുന്നതാണ്. ഞങ്ങൾ കേരളത്തിൽ നിന്ന് ദിലീപിനോട് ഡൽഹിയിലേക്ക് ചോദിക്കുകയാണ്, ആരാണ് കേരള മുഖ്യമന്ത്രി? ഇതിപ്പോൾ ഒരു PSC ക്വസ്റ്റ്യൻ പോലെ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ ചില പത്രങ്ങൾ പദപ്രശ്നം പോലും പൂരിപ്പിക്കാൻ കൊടുത്തിരിക്കുന്നത് കണ്ട് ആരാണ് കേരള മുഖ്യമന്ത്രി വായനക്കാർക്ക് നിശ്ചയിക്കാം. ഇന്ന് തീരുമാനം ഉണ്ടാകുമോ ദിലീപേ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? വിനോദ്, രാഗി, ഇന്നെന്തായാലും തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം രാത്രി 8 മണിക്ക് പ്രഖ്യാപിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. പക്ഷേ ഇന്നലെ പ്രഖ്യാപനം ഉണ്ടായില്ല. എന്തായാലും ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് മൂലം അവർക്ക് തന്നെയാണ്, പാർട്ടിക്ക് തന്നെയാണ് വലിയ രീതിയിൽ പ്രതികൂലമായി സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നെന്തായാലും ഉറപ്പായിട്ടും പ്രഖ്യാപനം ഉണ്ടാകുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ കേന്ദ്ര നേതൃത്വം നമുക്ക് ലഭ്യമാവുന്നത്. എന്തായാലും ഇനി ആരായിരിക്കും മുഖ്യമന്ത്രി? അതായത് KC വേണുഗോപാലാണോ അല്ലെങ്കിൽ VD സതീശനാണോ എന്താണ് ഇനി അറിയേണ്ടത്. രമേശ് ചെന്നിത്തല ചിത്രത്തിൽ പോലുമില്ല. സ്വാഭാവികമായിട്ടും സാധ്യത കൂടുതൽ KC വേണുഗോപാലിനാണ്. ഇന്നലെ മുൻ പ്രസിഡന്റുമാരും അതോടൊപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമായ ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, അനിൽകുമാർ എന്നിവരും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിൽ 8 പേരാണ് കഴിഞ്ഞ ദിവസം എത്തിയത്. അതിൽ 6 പേരും സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ പിന്തുണച്ചത് KC വേണുഗോപാലിനാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നറുക്ക് വീഴുന്നത് KC വേണുഗോപാലിനായിരിക്കും. കഴിഞ്ഞ ദിവസം രാത്രിയാണ് VM സുധീരൻ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഗാർഗയും ഉണ്ടായിരുന്നു ആ ഒരു കൂടിക്കാഴ്ചയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും VM സുധീരൻ സപ്പോർട്ട് ചെയ്യുന്നത്, പിന്തുണയ്ക്കുന്നത് കേരളത്തിൻ്റെ പൊതുവികാരം തന്നെയാണ്. പൊതുവികാരം എന്ന് പറയുന്നത് VD സതീശൻ വരണമെന്നാണ്. അവിടെ VM സുധീരൻ പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ VM സുധീരൻ പിന്തുണച്ചത് VD സതീശനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും VM സുധീരൻ്റെ വാക്കുകൾ മുൻവിലക്കെടുക്കും. കാരണം കോൺഗ്രസിലെ ഏറ്റവും ജനകീയനായ നേതാവാണ്, നിലവിലെ ഏറ്റവും മുതിർന്ന നേതാവും VM സുധീരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ വാക്ക് മുഖവരിക്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം പറയേണ്ട മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, പ്രിയങ്ക രാഹുൽ ഗാന്ധിയെ 2 ദിവസം മുമ്പ് ഫോൺ വഴി വിളിച്ചിരുന്നു. ആ സമയത്ത് പ്രിയങ്ക ഗാന്ധി രാഹുലിനോട് പറഞ്ഞത് കേരളത്തിൽ നിന്നും ഒട്ടനവധി ഫോൺ കോളുകളും അതോടൊപ്പം തന്നെ ഇമെയിൽ സന്ദേശങ്ങൾ ലഭിക്കുന്നുവെന്നാണ് പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന കാര്യം എന്ന് പറയുന്നത് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നുവെന്നാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനി ആരെയാണ് മുഖ്യമന്ത്രിയാക്കുക? രാഹുലിന് വേണ്ടി KC വേണുഗോപാലിന് വേണ്ടിയും സതീഷിന് വേണ്ടിയും കേരളത്തിൽ നിന്നും മുറവിളികൾ വരുന്നുണ്ട്. അപ്പോൾ ആര് പിന്തുണയ്ക്കും? അല്ലെങ്കിൽ ഇങ്ങനെ പിന്തുണച്ചത് മൂലം ഇപ്പോൾ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുമ്പോൾ എന്താണ് കേരളത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ? അല്ലെങ്കിൽ VD സതീഷിനെ മുഖ്യമന്ത്രിയാക്കിയാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് കേരളത്തിൽ ഉണ്ടാവുക പ്രവർത്തകർക്കിടയിൽ എന്നീ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു തീരുമാനത്തിൽ ഈ ഒരു വിഷയത്തിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഗി, വിനോദ്. അതെ, സന്ദീപ് എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്ത കേരളത്തിലെ ജനങ്ങൾ അവരുടെ പ്രബുദ്ധതയെ തന്നെയാണ് കോൺഗ്രസ് കളിയാക്കുന്നത് എന്നാണ്. അതെ, അങ്ങനെ തന്നെയാണ് ഭൂരിപക്ഷം ആളുകളും വോട്ട് ചെയ്ത വോട്ടർമാരും കരുതുന്നത് അങ്ങനെ തന്നെയാണ് അല്ലേ? എന്തായാലും നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. ശാലിനി, ഈ ഡൽഹിയിൽ ഇങ്ങനെ തിരക്ക് പിടിച്ച ചർച്ചകൾ എന്ന് പറഞ്ഞ് അതൊരു ക്ലീശയായി മാറിക്കഴിഞ്ഞു. എന്തായാലും തലസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ പോലും ഇടതുപക്ഷം പറയുന്നത് ആദ്യം മുഖ്യമന്ത്രിയാകട്ടെ എന്നുള്ളതാണ്. അതായത് എല്ലാം ഈ ഒരു തീരുമാനത്തെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഒരു ഭരണ പ്രതിസന്ധി നിലനിൽക്കുകയാണ് കേരളത്തിൽ. എങ്ങനെയാണ് തലസ്ഥാനത്തെ ഒരു സാഹചര്യം? രാഖി, വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് കിടന്ന എല്ലാ സംസ്ഥാനങ്ങളിലും മന്ത്രിസഭ രൂപീകരിച്ചു. അവരുടെ ഭരണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചുമതലകളും നിറവേറ്റി വരികയാണ്. അവിടെയാണ് കേരളം ഇത്തരത്തിലൊരു ആശങ്കയിലും പ്രതിസന്ധിയിലും തുടരുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ CPM അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുകയുണ്ടായി. ഇന്നലെ LDFന്റെ കൺവീനർ TP രാമകൃഷ്ണൻ അടക്കമുള്ളവർ പ്രതിപക്ഷ നേതാവ് എപ്പോൾ ഉണ്ടാകുമെന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയത്, മുഖ്യമന്ത്രി ആദ്യം പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം
പോരെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു പരിഹാസ ചോദ്യമാണ്. അത്തരത്തിലുള്ള പരിഹാസം തന്നെയാണ് കേരളത്തിലുടനീളം സമൂഹ മാധ്യമങ്ങളടക്കം ഉയരുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഭരണപരമായിട്ടുള്ള പല കാര്യങ്ങളും നിറവേറ്റാൻ കഴിയാതെ പ്രതിസന്ധിയിലായി ഉദ്യോഗസ്ഥർ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ, SSLC പരീക്ഷാ ഫലം അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ ആരുണ്ടാകുമെന്നുള്ളൊരു ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു. കാരണം മുഖ്യമന്ത്രിയാകാതെ മന്ത്രിസഭ രൂപീകരണം ഉണ്ടാകാൻ കഴിയില്ല എന്നുള്ളതാണ് ആശങ്കയുണ്ടാക്കുന്നത്. ഇന്നലെ ഡൽഹിയിൽ ചർച്ച നടത്തിയ, ഡൽഹിയിലേക്ക് വിളിപ്പിച്ച നേതാക്കന്മാരൊക്കെ തിരികെ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കെ മുരളീധരൻ അടക്കമുള്ളവർ അല്പസമയത്തിനകം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നൊക്കെയുള്ള സൂചനകൾ വരുന്നുണ്ട്. ഇന്നലെ രാത്രി വൈകിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത്. എന്തായാലും MLA-മാരുടെ പിന്തുണയായിരിക്കുമോ, അതോ കേരളത്തിന്റെ നിലവിലെ പൊതു സാഹചര്യമായിരിക്കുമോ, അതോ ഈ പ്രശ്നപരിഹാരത്തിനായി മൂന്നാമതൊരാളെ അംഗത്തട്ടിലേക്ക് ഇറക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും ആകാംക്ഷയുടെ മുൾമുനയിൽ തന്നെയാണ് സംസ്ഥാനമുള്ളത്, KPCC നേതൃത്വമുള്ളത്. VD സതീഷിന്റെയും KC വേണുഗോപാലിന്റെയും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെയും ക്യാമ്പുകളുള്ളതും അത്തരത്തിലാണ്. നിലവിലെ സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യത്തിലടക്കം മുസ്ലിം ലീഗ് പിന്തുണ VD സതീഷിന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുസ്ലിം ലീഗ് പറയുന്നത് VD സതീശൻ തന്നെ വരണം എന്നുള്ളതാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്ത് നിരത്തുകളിൽ കണ്ടതുപോലെ പട നയിച്ചവർ നാട് നയിക്കട്ടെ എന്നുള്ള ഒരു പ്രതികരണമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉള്ളത്. ഒരു വിഭാഗം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരും അത്തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം MLA-മാരുടെ ഭൂരിപക്ഷ വോട്ടുകൾ, ചില നേതാക്കന്മാരുടെ പിന്തുണ, കേന്ദ്രത്തിന്റെ പിന്തുണ അടക്കമുള്ളത് KC വേണുഗോപാലാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രതീക്ഷ KC-യുടെ ക്യാമ്പുകളും പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ദിലീപ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആദ്യം ചിത്രത്തിലുണ്ടായിരുന്നു, പിന്നീട് ചിത്രത്തിലെ രമേശ് ചെന്നിത്തല ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം തലസ്ഥാനത്തുണ്ട്. പ്രതികരണങ്ങൾ ഒരു പക്ഷേ വരും മണിക്കൂറിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലം വന്നു. ഇപ്പോൾ 9ാം നാളിലേക്ക് കടന്നിരിക്കുകയാണ്. 9 നാളുകളിലും മുഖ്യമന്ത്രി ചർച്ചകൾ നീളുകയാണ്. അതിന് പ്രതികരണം പല നേതാക്കന്മാരോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പല ന്യായീകരണങ്ങളാണ്. 23 വരെ സമയമുണ്ടല്ലോ, അതിനു മുൻപ് പ്രഖ്യാപിച്ചാൽ പോരെ എന്നൊക്കെയുള്ള മുടന്തൻ ന്യായം പറഞ്ഞ് രക്ഷ തേടാനുള്ള നടപടികളാണ് പല നേതാക്കന്മാരും സ്വീകരിച്ചിട്ടുള്ളത്. എന്നാലും ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് KPCC നമുക്കറിയാൻ സാധിക്കുന്നത്. AICC നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ചില സൂചനകളാണ് ലഭ്യമായിട്ടുള്ളത്. എന്തായാലും ഖാർഗെ ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തും എന്നുള്ള സൂചനകളാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അത് ഡൽഹിയിൽ നിന്ന് തന്നെ ഉണ്ടാകും, ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ വരികയും ചെയ്യുന്നത്. എന്തായാലും KC ഉദ്യോഗസ്ഥ തലത്തിലടക്കം ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി പദം അനൗദ്യോഗികമായി പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ള ചില സോഷ്യൽ മീഡിയ ട്രോളുകളൊക്കെ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തേണ്ട ചില ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ ദിവസം ഇടിമിന്നലേറ്റ് 4 കുട്ടികൾ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അടിയന്തര ധനസഹായം അടക്കം നൽകണമെന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് KC നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഒരു പ്രഖ്യാപനം വരുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയതിൽ ഒരു ഭാഗത്ത് വിമർശനം ഉണ്ടാകുന്നു, മറുഭാഗത്ത് അത് സൂചനയുടെ വെള്ളപ്പുകയാണോ എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. വിനോദ്. ദിലീപുമാണ് എങ്ങനെയാണ് ഈ ചർച്ചകൾ തിരക്കിട്ട് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മളോട് പങ്കുവച്ചത്. ഒപ്പം തന്നെ നമുക്ക് കോഴിക്കോടേക്ക് പോകണം. ഇതിന്റെ മറ്റൊരു സുപ്രധാനമായ വശമുണ്ടല്ലേ, കാരണം മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ വളരെ നിർണായകമായ ഒരു കളി നടത്തുന്നുണ്ട്. ചില മുസ്ലിം സംഘടനകൾ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു മുസ്ലിം മുഖ്യമന്ത്രി കേരളത്തിൽ എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ള ഒരു ചർച്ച, ഒരു മുസ്ലിം മുഖ്യമന്ത്രി വേണം എന്നുള്ളൊരു ആവശ്യം കോഴിക്കോട് മേഖലയിൽ നിന്നും ഉയരുന്നുണ്ട്. അത് ചില മുസ്ലിം സംഘടനകൾ ആണ് ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. മുസ്ലിം ലീഗ് VD സതീശിന് വേണ്ടി ശക്തമായി രംഗത്തുണ്ടെങ്കിൽ പോലും ഒരു മുസ്ലിം മുഖ്യമന്ത്രി വേണം എന്നുള്ളൊരാവശ്യം ഒക്കെ വെൽഫെയർ പാർട്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട്. കോഴിക്കോട് നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്കൊപ്പം നൽകാൻ അനഘ ഹർഷനുണ്ട്. അനഘ, കോഴിക്കോട് ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മലബാർ മേഖലയിൽ നിന്നും ഇപ്പോൾ മുസ്ലിം സംഘടനകൾ ഉയർത്തുന്ന ഒരാവശ്യം, കേരളത്തിൽ എന്തുകൊണ്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആയിക്കൂടാ എന്നുള്ള ചർച്ചകൾ ഒക്കെ അവിടെ തുടക്കം കുറിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രാഖി, വിനോദ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജമാഅത്തെ ഇസ്ലാമി എന്ന മതവർഗീയ സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയാണ്, രാഷ്ട്രീയ മുഖമാണ് വെൽഫെയർ പാർട്ടി. ഈ വെൽഫെയർ പാർട്ടിയാണ് തങ്ങളുടെ ഫേസ്ബുക്കിലൂടെ പരോക്ഷമായി ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അവർ ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ നിലവിലെ മന്ത്രിസഭയിൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവർ മന്ത്രിസഭയിൽ ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. പക്ഷേ ഈ പോസ്റ്റിന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവർ
ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ഇവർ എടുത്തു പറയുന്നത് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി കേവലം 53 ദിവസങ്ങൾ മാത്രമാണ് കേരളത്തിൽ ഭരണത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ്. മന്ത്രിസഭാ പ്രാതിനിധ്യത്തിൽ ഈ അനീതി കാണുവാൻ സാധിക്കും. ചീഫ് സെക്രട്ടറി, വിവിധ വകുപ്പുകൾ, പേഴ്സണൽ സ്റ്റാഫുകൾ, ഈ വിഭാഗങ്ങളിലൊന്നും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ഇല്ല എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി പറയുന്നത്. ഇവർ ഇങ്ങനെ ഒരു ആശയം, ഇങ്ങനെ ഒരു കാര്യം തങ്ങളുടെ ഫേസ്ബുക്കിലൂടെ മുന്നോട്ട് വെക്കുന്നത് വലിയൊരു അജണ്ട സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിപ്പോൾ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. അതിനിടയിൽ മുസ്ലിം ലീഗ് ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച ഒരു ആവശ്യമായിരുന്നു, അതായത് ഉപമുഖ്യമന്ത്രി സ്ഥാനം. എന്നാൽ ഏറ്റവും ഒടുവിൽ അങ്ങനെ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാകില്ല എന്നുള്ള വാർത്ത കൂടി വന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ഇനി അങ്ങനെ മുസ്ലിം മുഖ്യമന്ത്രി ഇല്ല, അങ്ങനെയെങ്കിൽ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും തങ്ങൾക്ക് വേണമെന്നതിലേക്ക് കാര്യങ്ങൾ നീക്കാനാണ് പിന്നണിയിൽ നടക്കുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ വെൽഫെയർ പാർട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവരിങ്ങനെ പരസ്യമായി തന്നെ 53 ദിവസമാണ് കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഭരിച്ചത്, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി വേണം. മുഖ്യമന്ത്രി മാത്രമല്ല, മറ്റ് പല പേഴ്സണൽ സ്റ്റാഫുകളും മന്ത്രിസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ മുസ്ലിം മുഖ്യമന്ത്രി വേണമെന്ന് അവർ പരസ്യമായി തന്നെ പറയുന്നത്. എന്തായാലും ഈ വെൽഫെയർ പാർട്ടി അടക്കം ഇപ്പോൾ ലീഗിനൊപ്പമാണ്, ജമാഅത്തെ ഇസ്ലാമി അടക്കം ലീഗിനൊപ്പമാണ്. വി ഡി സതീഷിന് വേണ്ടി വലിയ രീതിയിലുള്ള മുറവിളികൾ ലീഗിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അതിനിടയിലാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടി പ്രത്യക്ഷമായി തന്നെ തങ്ങളുടെ നവമാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി വേണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. വിനോദ്, രാഖി. അതെ, വലിയ ചർച്ചകളാണ് നടക്കുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയ ഈ ചർച്ചകൾ ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അവരവരുടെ ആവശ്യങ്ങൾ കൂടുതലായി മുന്നോട്ട് വെക്കുകയാണ്. പ്രേക്ഷകർ തന്നെ ഓരോ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ഓരോ വകുപ്പിലും ഏത് മന്ത്രി എന്നുള്ള നിലയിലൊക്കെ വിദ്യാഭ്യാസം രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കാമല്ലോ, KC-ക്ക് ധനകാര്യം നൽകാം എന്നൊക്കെ പറഞ്ഞ് അരുൺകുമാർ ആണ് പറഞ്ഞിരിക്കുന്നത്. KC-ക്ക് ധനകാര്യം കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഉഷാനല്ലൂർ പറയുന്നത് രാഹുൽ ആദ്യമേ പറഞ്ഞില്ലേ സ്ത്രീ മുഖ്യമന്ത്രിയാവും എന്ന്. അങ്ങനെ ഓരോ ആളുകളും ഓരോ പ്രതീക്ഷകളുമായി പറയുന്നതാണല്ലോ അല്ലേ. അതെ, ഈ ഫലം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജയിക്കുമെന്നാകുമ്പോൾ ഈ പഴയ കവാത്ത് മറക്കും എന്ന് പറയുന്നത് പോലെയാണ്.